ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും ഒക്കെ തീരുമാനമൊക്കെ മാനിച്ചുകൊണ്ട് അമലാണെങ്കിൽ അപർണയെ പോലെ ഒരു കാന്താരിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ നമ്മുടെ അപർണയുടെ തീരുമാനത്തിനൊപ്പം സൂര്യനാരായണന് നിൽക്കേണ്ടി വരുന്നു. അപ്പം ഈ ഒരു സമയം വിവാഹമൊക്കെ വളരെ ഗംഭീരമായിട്ട് അങ്ങ് നടക്കുകയാണ്. നമ്മുടെ അമലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അപർണയെ തീരെ ഇഷ്ടമല്ല. എന്നാലും തൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും ഒക്കെ വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടി. പിന്നീടാണെങ്കിലോ മധുവും വരനും കൂടി വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ്. പക്ഷേ ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നതിൽ അപർണ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഞാൻ അമലിൻ്റെ ഒപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇവൾ ആശുപത്രിയിലേക്ക് പോരുന്ന ഈ ഒരു സമയത്താണെങ്കിലും നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. അപ്പം നിരഞ്ജന വളരെയധികം വിഷമത്തിലൊക്കെയാണ്. അജയ് ഇനി എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഇനി ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലും അജയ് ചിലപ്പം വിവാഹം കഴിക്കും എന്നുള്ള ഒരു പേടിയിലൊക്കെ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ അജയുടെ അടുത്ത് സംസാരിച്ചു. അജയ് ആണെങ്കിലും അവിടെ അമലും അപർണയും തമ്മിലുള്ള വിവാഹം നടന്നതും അതുപോലെ തന്നെ താൻ തൻ്റെ കുടുംബത്തെ ചതിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട് നമ്മുടെ നിരഞ്ജനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിരഞ്ജനയാണെങ്കിലും അജയ്, നീ എനിക്കൊരു വാക്ക് തരണം. ഈ താലി ഇത് ഞാൻ എൻ്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന താലിയാണ്. ഇത് നീ എൻ്റെ കഴുത്തി കെട്ടിത്തരണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അജയ്യെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിരഞ്ജന കഴുത്തി താലി കെട്ടിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഉണ്ണിത്താൻ വക്കീലും പുള്ളിക്കാരൻ്റെ ഭാര്യയൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഈ വിവാഹവും അവിടെ വെച്ച് നടക്കുന്നു. ഈ സമയത്താണെങ്കിലും നമ്മുടെ നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അജയ്, ഇനി ഞാൻ മരിച്ചു പോയാൽ പോലും എനിക്ക് സങ്കടമില്ല. നിന്റെ ഭാര്യയായല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്നോടൊപ്പം ഉള്ളൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ വളരെയധികം സെന്റിമെന്റലി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് അപർണയാണ്. അപർണ ആശുപത്രിയിൽ എത്തി. അങ്ങനെ ഉണ്ണിത്താൻ വക്കീലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജന കിടക്കുന്ന റൂമിലേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം അപർണ വരുമ്പോഴത്തേക്കിനും വക്കീല് പറഞ്ഞു, അല്ല ഇവൾക്ക് എന്താ ഇവിടെ കാര്യം, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വിവാഹം കഴിഞ്ഞ് സാധാരണ ഒരു വധു പോകേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ലല്ലോ. എനിക്ക് ഒന്ന് രണ്ട് പേരെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അപർണ അമലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അജയ്യെ കാണണം, അജയോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ അജയ് ആ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അജയ് നിരഞ്ജനെ കണ്ടതും അടി കിട്ടിയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിരഞ്ജനയാണെങ്കിൽ ഞാൻ ഇവിടെ എന്താണെന്നായിരിക്കുമല്ലേ നീ ആലോചിക്കുന്നത്. ഞാൻ വന്നത് നിന്നെ കാണാനും നിന്റെ നിരഞ്ജനയെ കാണാനും ഒക്കെയാണ്. എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കിയിട്ട് നീയും അവളും കൂടെ സുഖിക്കാന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അപർണ അവളുടെ മനസ്സിലെ പക ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും അജയ് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ നിന്നോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. എന്തായാലും നിരഞ്ജനയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവൻ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ അപർണയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അപർണയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിത്താൻ വക്കീലാണെങ്കിൽ, അതെ ഇവിടെ നിന്ന് നിങ്ങളുടെ നാടകമൊന്നും കളിയൊന്നും കാണണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. എൻ്റെ മോൾക്ക് അത്ര കണ്ട് വയ്യാതെ അകത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു. നിരഞ്ജനയെ കാണാതെ ഈ അപർണ ഇവിടുന്ന് പോവില്ല എന്നും പറഞ്ഞ് അപർണ നേരെ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിനും നിരഞ്ജന ഇങ്ങനെ കിടക്കുകയാണ്. കെട്ടിയോനിപ്പോൾ ഒരു താലിയൊക്കെ കൊടുത്തല്ലോ. ആ ഒരു സന്തോഷത്തിൽ അവൾ അവിടെ ഇങ്ങനെ കിടന്ന് അജിയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അപർണയുടെ കടന്നു വരവ്. അങ്ങനെ അപർണയെ കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ നിരഞ്ജന ചാടി എഴുന്നേറ്റു. നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റത്? അല്ല നിന്റെ കഴുത്തിൽ എന്താ ഈ കിടക്കുന്നത്? അജയ് നിന്നെ താലി കെട്ടിയൊന്ന് അപർണ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ, അവളുടെ കഴുത്തി കയറേണ്ട താലിയാണല്ലോ താൻ തട്ടിയെടുത്തത് എന്നുള്ള രീതിയിൽ. അപ്പം നീ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ള നാടകം എനിക്ക് മനസ്സിലാകില്ലെന്നാണോ?
എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇനി ഈ അപർണ തീരുമാനിക്കും നിങ്ങൾക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് നമ്മുടെ അപർണ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണുക. എന്തായാലും അപർണ സൂര്യനാരായണന്റെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ആ വിശേഷം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്.